blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു മിറക്കിൾസ് ടുഡേ എപ്പിസോഡ് നിങ്ങൾ കണ്ടു. ഇന്നത്തേതും നാളത്തേതും മിറക്കിൾസ് ടുഡേ എപ്പിസോഡുകളാണ്. പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഇങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുമ്പോഴും പലരും വന്ന് സാക്ഷ്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അകത്ത് തന്നെ വിശ്വാസം ഇങ്ങനെ കുതിച്ചുയരുന്നത് കാണാം. കാരണം യേശു ഇപ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറം നമ്മൾ കണ്ടിട്ടില്ലാത്തവർ, ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്തവർ, രോഗം എന്താണ്, സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, ഒന്നും നമുക്കറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇതെല്ലാം കണ്ട് പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്. ഇന്നത്തെ മിറക്കിൾസിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്നും ഒരു വെൽ വിഷറാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 64ാമത്തെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബ്രദർ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾക്കുമായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചേർന്ന് കർത്താവെ തന്നെ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ ജന്മദിന നന്മകളാലും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലത് കൈയിലുള്ള ആ വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൻ്റെ വൈഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അലർജിയിൽ നിന്നും കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വെല്ലിംഗ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകനും തൻ്റെ ഭാര്യയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തുള്ള ആ സ്ഥലം കർത്താവെ നല്ല വിലയ്ക്ക് വിറ്റുപോകാനും, എറണാകുളത്ത് കർത്താവെ ബിസിനസ്സിന് അനുയോജ്യമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ലഭിക്കുവാനുമായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കൃപയുള്ള, എളിമയുള്ള നല്ല ഒരു മകളെ കർത്താവെ തനിക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ധാരാളമായി തുടർന്നും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. LMS കോമ്പൗണ്ട് തിരുവനന്തപുരം ഒക്ടോബർ 4, 5, 6 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422211. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ പറയാൻ കാരണം പല മിറക്കിൾസ് ടുഡേ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് മെസ്സേജ് ഒന്നുമില്ലേ? ഇതിനകത്ത് തന്നെ മെസ്സേജ് ഉണ്ട്. ഓരോ സാക്ഷ്യങ്ങളുടെയും അനുഭവ സാക്ഷ്യങ്ങളുടെ പിന്നിൽ ഇറ്റ് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ മെസ്സേജ്. ഒരനുഭവ സാക്ഷ്യം ഓരോന്നിലും പല സന്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടെ ഈ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുക. അതിലെ പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: മറ്റൊരാൾക്ക് വേണ്ടി യേശുവിനത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് വേണ്ടിയും
കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കല്യാണിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള ചില മിറക്കിൾസ് ടുഡേയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് വിശ്വാസത്തെ എക്സർസൈസ് ചെയ്യാനും പ്രാപിക്കാനുള്ള സമയം തരാൻ പോകുകയാണ്. പിതാവിൻ്റെ പേര് ജോണി. 65 വയസ്സുണ്ട് പിതാവിന്. ഏകദേശം 43 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മദ്യപാനം തുടങ്ങി. 43 വർഷങ്ങൾക്ക് മുൻപ് മദ്യപാനം തുടങ്ങി. ഇതിനിടയിൽ 30 വർഷങ്ങൾക്ക് മുൻപായിട്ട് ഇദ്ദേഹത്തിന് ശ്വാസം മുട്ട് തുടങ്ങി. ശ്വാസം മുട്ട് തുടങ്ങാനുണ്ടായ കാരണം ബിയറിൽ ഐസിട്ട് കൂടി തുടങ്ങിയ പിന്നെയാണ് ശ്വാസം മുട്ട് തുടങ്ങിയെന്ന് താൻ പറഞ്ഞു. അതിനുശേഷം തനിക്ക് ഷുഗർ കൂടി, വളരെ ഏകദേശം 500-നോടടുത്ത് തനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു, പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഇത്രയും അസുഖങ്ങളുമായിട്ടാണ് താൻ വർഷങ്ങൾ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ തനിക്ക് ഒരിക്കൽ അസുഖം വല്ലാതെ കൂടിയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. താൻ ICUയിലൊക്കെ കിടന്നു. ഇതിനുശേഷം കഴിഞ്ഞ 2012 നവംബർ മാസം താൻ കോൾ സെൻറ്ററിൽ, നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ അതിനിടയിൽ താൻ കാണാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം ഇദ്ദേഹം പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം പറഞ്ഞത് നല്ല വെള്ളത്തിൽ തന്നെയാണ് താൻ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചത്. മദ്യപിച്ചുകൊണ്ടാണ് കോൾ സെൻറ്ററിലേക്ക് വിളിക്കുന്നത്. അതും ചേട്ടൻ ഇങ്ങനെ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ ഡ്രൈ ആയിട്ട് അടിക്കുക എന്നൊക്കെ പറയും. മിക്സ് ചെയ്യാതെ കുടിച്ചു. അങ്ങനെയൊക്കെയാണ് ചേട്ടൻ കുടിക്കുന്നത്. അത് ചാരായം പോലെ നല്ല ഭീകര മനുഷ്യനാണ് നിൽക്കുന്നത്. ഈശ കണ്ടാലറിയാം. ഓക്കെ, അപ്പോൾ അത്രയും ഇദ്ദേഹം കുടിക്കുമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ ട്രെയിനിൽ തുടങ്ങും അടിക്കാൻ, വെള്ളം അടിക്കാൻ. ട്രെയിനിലൊക്കെ പച്ചവെള്ളത്തിന് പകരം മദ്യമാണ് താൻ കുടിക്കുന്നത്. മൈ ഗോഡ്, മിനറൽ വാട്ടറിന് പകരം മദ്യം കുടിച്ചത്. ആ ട്രെയിൻ പോലും ആടിയായിരിക്കും പോയത്. താന് ഇതിനിടയിൽ താൻ പല ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് മദ്യപിച്ച് വല്ലാതെ കൂടിയ സമയത്ത് തനിക്ക് ശ്വാസം മുട്ടൊന്നും അറിയില്ല. ഈ ശ്വാസം മുട്ട് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള കുടിയായി പിന്നീട്. അതിനുശേഷം ഉറക്കമില്ല, ഉറങ്ങണമെങ്കിൽ കുടിക്കണം, അങ്ങനെയുള്ള രീതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ താൻ മദ്യപിക്കാൻ തുടങ്ങുമായിരുന്നു. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ താൻ പോകുന്ന സമയത്താണ് താൻ ആ ഹോമിയോ ഡോക്ടറെ കണ്ടത്. ഹോമിയോ ഡോക്ടറെ അടുത്ത് അദ്ദേഹം മരുന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇനി മദ്യപിക്കരുതെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ട് കൂടും. ഡോക്ടർ പറഞ്ഞു എനിക്ക് ആ ഡോക്ടർ ഒന്ന് കാണണം, മദ്യപാനം നിർത്തരുത് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം 2012 ആ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് താൻ 10 മിനിറ്റ് ഇടവിട്ട് 3 പ്രാവശ്യം നമ്മുടെ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. മദ്യപിച്ചിട്ട് തന്നെ താൻ ആ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു. 3 പ്രാവശ്യം താൻ വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് തൻ്റെ ആ ഒരു മദ്യപാനം മാറണമെന്ന ആഗ്രഹത്തെ മാനിച്ച് അതിനുശേഷം ഇതുവരെ ഏകദേശം 10 മാസത്തോളമായി താൻ മദ്യപിച്ചിട്ടില്ല. തൻ്റെ ഷുഗർ കുറഞ്ഞു, തൻ്റെ കൊളസ്ട്രോൾ നോർമലായി, തൻ്റെ BP നോർമലായി. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്ന ഒരു മരുന്നും കഴിക്കേണ്ട, തൻ്റെ പയൽസും സൗഖ്യമായി. മദ്യപിച്ച് കോൾ സെന്ററിൽ വിളിച്ച് വിടുതൽ പ്രാപിച്ചൊരു മനുഷ്യനാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇങ്ങേരെ ഒന്ന് കൈയടിച്ചൊന്ന് അനുമോദിച്ചേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു സാക്ഷ്യമാണിത്. ഇങ്ങനെ ഒരു സാക്ഷ്യം ഇതുവരെ കേട്ടിട്ടില്ല. മദ്യപിച്ച് പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, കുഴഞ്ഞു വീണ് ഭൂതങ്ങൾ വിട്ടുപോയി വിടുതൽ. പക്ഷേ മദ്യപിച്ച് 10 മിനിറ്റിനകം 3 പ്രാവശ്യം കോൾ സെന്ററിൽ വിളിച്ച്, പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ മദ്യപിച്ചിട്ടില്ല. അത് മാത്രമല്ല, തനിക്ക് കുറേ അത്ഭുതങ്ങൾ ബ്ലെസ്സിങ് ടുഡേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കിട്ടി. താൻ പറഞ്ഞത് തൻ്റെ മകൾക്ക് ജോലിയില്ലായിരുന്നു. താൻ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറേ മാസങ്ങൾ ട്രൈ ചെയ്തിട്ടും ജോലി കിട്ടിയില്ല. കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു, വളരെ അടുത്ത് തന്നെ തനിക്ക് കുവൈറ്റിൽ ജോലി കിട്ടി. മകൾക്ക് ജോലി കിട്ടി. വേറൊരു അത്ഭുതം കൂടെ നടന്നത്, 1.5 മാസമായിട്ട് ആ കിട്ടിയ ജോലിക്ക് അവർ ശമ്പളം കൊടുത്തില്ല. കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ജോലിയാ, ശമ്പളം കിട്ടിയിട്ടില്ല, അതിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ സഹോദരൻ പറഞ്ഞത് പിറ്റേ ദിവസം 1.5 മാസത്തെ ശമ്പളവും കിട്ടി. My God, I don't know what to say. കൈകൾ ഉയർത്തി നമുക്ക് യേശുവിന് നന്ദി പറയാം. കർത്താവേ, അങ്ങ് ചെയ്ത ഈ മിറക്കിളിനായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അനേക കുടുംബങ്ങൾ മദ്യപാന നിമിത്തം, കുടുംബനാഥന്മാരുടെ മദ്യപാന നിമിത്തം, മക്കളുടെ മദ്യപാന നിമിത്തം ഒക്കെ കണ്ണുനീരിലാണ്. കർത്താവെ, ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും ഏത് ഗാവുകളിലും എവിടെയാണെങ്കിലും മദ്യപാനികളായി
ദൈവമേ, കുടുംബങ്ങൾ തകരുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ ഹൃദയത്തിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്നു. അതിനാൽ എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ? The Spirit of God is moving right now. നിങ്ങൾ കണ്ണുനീരോടെ ഹൃദയം തകർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആയിരക്കണക്കിന് മദ്യപാനികളായിരിക്കും ഈ ഒരൊറ്റ സാക്ഷ്യം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്. ദൈവമക്കളെ, കൈകളെ നീട്ടിപ്പിടിച്ച് ശക്തിയോടൊരൊറ്റ വിളിക്കാമോ? എൻ്റെ കർത്താവേ, മദ്യപാനികളെ രക്ഷിക്കണമേ, വിടുവിക്കണമേ. പതിറ്റാണ്ടുകൾ മദ്യത്തിൻ്റെ അടിമകളായിരുന്നവരെ കർത്താവേ നീ സ്വതന്ത്രമാക്കണമേ. ഇതിനകത്തും ചിലരുണ്ട് ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഡി അഡിക്ഷൻ സെന്ററുകളിൽ പല പ്രാവശ്യം അഡ്മിറ്റായി, എന്നിട്ടും വിടുതൽ ലഭിക്കാത്ത മദ്യപാനികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കർത്താവ് നൽകുകയാണ്. ഇന്നൊരു തീരുമാനമെടുക്കുക, ഞാൻ യേശുവിനെ ജീവിക്കും, എനിക്കിനി മദ്യം വേണ്ട, ലഹരി മരുന്ന് വേണ്ട, പുകവലി വേണ്ട. ഇന്നൊരു തീരുമാനം എടുക്കുക. ഈ സഹോദരനെ സൗഖ്യമാക്കിയ അതേ യേശു നിങ്ങളെ ഇന്ന് സ്വതന്ത്രമാക്കുകയാണ്. Hallelujah. Thank you, Father. I can see the power of the Holy Spirit moving everywhere. Hallelujah. പരിശുദ്ധാത്മാവ് ഈ ജനക്കൂട്ടത്തിന് മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ലഹരി മരുന്നിന് അടിമകളായവർ യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം കാണുമ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ലഹരി മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാം, ആരാധിക്കാൻ തുടങ്ങാം. In the name of Jesus, we worship you, Father. യേശു, Thank you, Lord. In the mighty name of Jesus. കർത്താവേ, ഞങ്ങൾ ഈ കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്ന നിമിഷം നിരവധി വ്യക്തികൾ, ക്ഷയരോഗബാധിതനായ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ട്യൂബർകുലോസിസ്, TB ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ഈ അങ്കിളുടെ പേര് ജോർജ് ജോൺ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് ഇവർ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഫോമൊക്കെ കൊടുത്തിരുന്നു, എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ മകൻ ന്യൂസിലൻഡിൽ MBA ചെയ്ത വ്യക്തിയാണ്. അവിടെ തന്നെ അദ്ദേഹത്തിന് ജോലി ലഭിച്ചിരുന്നു. എന്നാൽ 2012 സെപ്റ്റംബർ ആയപ്പോഴേക്കും ആ ജോലിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് അതിനേക്കാൾ നല്ലൊരു കമ്പനിയിൽ തനിക്ക് ചാൻസ് വന്നപ്പോൾ താൻ ആ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. അവിടെ താൻ ജോലിക്ക് പഴയ കമ്പനി റിസൈൻ ചെയ്തിട്ട് പുതിയ കമ്പനിയിൽ താൻ ജോലിക്ക് വേണ്ടി ചേർന്ന് കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കമ്പനിയിലെ ആളുകൾ പറയാൻ തുടങ്ങി, പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു, ഈ കമ്പനിയിൽ ഇപ്പോൾ സ്റ്റാഫ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെ ഞങ്ങൾ ഇനി ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊരിത് കിട്ടി. വളരെ വിഷമത്തോടുകൂടെ ആ മകൻ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ, ഇവരുടെ ഇളയ മകനായതുകൊണ്ട് ഇവിടെ വളരെയധികം മാനസികമായി വലിയ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ബ്ലെസ്സിങ് ടുഡേയുടെ ഓഫീസിൽ നിന്ന് ഇവർക്കൊരു കോൾ ലഭിച്ചത്. നിങ്ങൾ അന്നൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾ ഈ ജാനുവരി 23 വേണ്ടിയിട്ട് ആ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ വേണ്ടി പദ്ധതി ഇടുകയാണ്, നിങ്ങളുടെ പണത്തിൻ്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുടെ മകൻ അലിൻ ഇങ്ങനെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനൊരു നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 23 വേണ്ടി റെക്കോർഡ് ചെയ്ത പ്രാർത്ഥനയിൽ ബ്രദർ ഡാമിയൻ ഇദ്ദേഹത്തിന് വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അലിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ജോർജ് ജോണിനായി മുംബൈയിൽ നിന്നുള്ള ഈ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ അലൻ ജോണിന് ഒരു പുതിയ ജോലി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. 23 സ്പോൺസർ ചെയ്തു. യെസ്, കഴിഞ്ഞ ജാനുവരി 23 അതിനു വേണ്ടിയുള്ള സ്പോൺസർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഈ മകന്റെ ജോലി അന്നേരം ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ മകന് വേണ്ടിയിട്ട് കൂടെ അന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം 23 അത് ടെലികാസ്റ്റ് ചെയ്തു. ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പിന്നീട് ഇവർ കേൾക്കുന്ന വാർത്ത ഇതാണ്, മകൻ ജോലി ചെയ്തിരുന്ന ആ ഓഫീസിൽ ഒരു വ്യക്തി റിസൈൻ ചെയ്തു. അങ്ങനെ ഒരു ജോബ് വേക്കൻസി ഉണ്ടായി. അന്ന്
തന്നെ ആ മകൻ ആ ജോലി അവിടെ തന്നെ ലഭിച്ചു. തന്നെ ടെർമിനേറ്റ് ചെയ്തില്ല, മാത്രമല്ല പ്രൊമോഷൻ കൂടെ കൊടുത്ത് ഇന്ന് നല്ല നിലയിൽ ന്യൂസിലൻഡിൽ തന്നെ താൻ വർക്ക് ചെയ്യുകയാണ്. അതേ ദിവസമാണ് ഇവർക്ക് ആ വാർത്ത അറിയുന്നത്. 23-ാം തീയതി ടെലികാസ്റ്റ് അതേ ദിവസമാണ് ഇവർ ആ വാർത്ത അറിയുന്നത്, അതും ന്യൂസിലൻഡിൽ. യെസ്, പ്രൈസ് ഗോഡ്, ഐ ആം റിയലി മൂവ്ഡ്. പ്രൈസ് ഗോഡ്. ബ്രദർ പറഞ്ഞു പലരോടൊക്കെ നന്ദി പറയാനുണ്ട്, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ബ്രദറെ പറയാനുള്ളത്? എനിക്ക് 3 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളിയ യേശു കർത്താവിനോട് സ്തുതിയും സ്തോത്രയാഗങ്ങളും അർപ്പിക്കുന്നു. രണ്ടാമത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്താൽ തീർച്ചയായിട്ടും വളരെ അനുഗ്രഹപരമായിരിക്കും. നിങ്ങളും സ്പോൺസർ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. ഇത് അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മായ്ച്ചു കളയാൻ കഴിയാത്തൊരു അനുഭവമാണ്. കരങ്ങളടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ. താങ്ക് യു ഫാദർ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്രയാസത്തിൻ്റെ നടുവിൽ വിശ്വാസത്താൽ നിൻ്റെ സന്ദേശങ്ങൾ ലോകം എമ്പാടും എത്തിക്കുവാൻ വേണ്ടി ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോൾ, കർത്താവെ, ആ പിതാവ് നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ന്യൂസിലൻഡ് എന്ന രാജ്യത്ത് അങ്ങ് അത്ഭുതം ചെയ്തല്ലോ. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കാമോ? കർത്താവെ, ഈ മിറക്കിളിനായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അന്ന് അവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ജോലിയില്ലാത്തവനായി ഒരു രാജ്യത്ത് കഴിയുന്ന മകനെ ഓർത്ത് ഇവർ ഇവിടെ ദുഃഖിച്ചേനെ. എന്നാൽ യേശു തക്ക സമയത്ത് ഇറങ്ങി പ്രവർത്തിച്ചു. അതേ ദിവസം പ്രവർത്തിച്ചതിനായി നന്ദി പറയും. ഞങ്ങൾ ഈ സമയത്ത് കർത്താവെ, 100 കണക്കിന് എപ്പിസോഡുകൾ ഇതിനു മുമ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവർക്കുമായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ വലിയ മിറക്കിൾസ് ഉണ്ടാകട്ടെ. കർത്താവെ, ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ അതിനുപോലും പ്രതിഫലം നൽകാമെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ, എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള, കോ സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ അനുഗ്രഹങ്ങളുടെ നിറവ് ആ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബ്രദർ, ഈ നിൽക്കുന്ന സഹോദരൻ്റെ പേര് പ്രഭ എന്നാണ്. ഡിഗ്രിക്ക് ശേഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തനിക്ക് ആ ജോലിയിൽ വല്ലാതെ ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് താൻ ആ ജോലി നിർത്തി. ബാക്കി ഇദ്ദേഹം ചെയ്തത് ഒത്തിരി കമ്പനികളിൽ തന്നെ ആ ജോലിക്കെല്ലാം ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയായ രീതിയിൽ ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ കാരണങ്ങളാൽ ഒന്നും കൃത്യമായി ജോലിയുടെ കാര്യങ്ങൾ ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് നമ്മുടെ കഴിഞ്ഞ മെയ് മാസം, അതായത് ഈ വർഷം കഴിഞ്ഞ മെയ് മാസത്തിൽ വാസിയിലെ മീറ്റിംഗ് നടക്കുന്നത്. മാർത്തോമ ചർച്ചിൽ വെച്ച് നടന്ന വാസിയിലെ മീറ്റിങ്ങിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത് താൻ ദൈവത്തെ എല്ലാം ആരാധിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനം ബ്രദറിൻ്റെ അടുക്കൽ വന്നിരുന്നു. ഏറ്റവും അവസാനം ബ്രദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരനും ആ സമയത്ത് ക്യൂവിൽ നിന്ന് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ സമയത്ത് തൻ്റെ വിഷമത്തോടുകൂടി തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് ഓർക്കുന്നുണ്ട്, ഇദ്ദേഹം ലൈനിൽ നിന്ന് വല്ലാതെ വിഷമത്തോടെ നിൽക്കുന്നത്. സംഭവിച്ച കാര്യം ഇതാണ്. അന്ന് ബ്രദർ തൻ്റെ തലയിലേക്ക്, ശിരസിലേക്ക് കൈയെടുത്ത് വെച്ച് ഇപ്രകാരം പറഞ്ഞു, തൻ്റെ ജോലി സംബന്ധമായ മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശു കർത്താവ് എടുത്തു മാറ്റും, ധൈര്യത്തോടെ പോകുക എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ശേഷം സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അന്നത്തെ കഴിഞ്ഞ മെയ് മാസം 23-ാം തീയതിയാണ് വാസിയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നത്. അന്നത്തെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ബ്രദർ പ്രാർത്ഥനയ്ക്ക് ശേഷം കൃത്യം 10ാമത്തെ ദിവസം തനിക്ക് ടാറ്റ കെമിക്കൽ കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ലഭിച്ചു. കരങ്ങൾ അടിച്ച യേശുവിന് നന്ദി പറയാമോ? ഇദ്ദേഹം പറഞ്ഞത് ഏറ്റവും ആദ്യം അത്ര വലിയ ജോലിയില്ലായിരുന്നു, പക്ഷെ വലിയ രീതിയിലൊന്നും, പക്ഷേ തനിക്കിപ്പോൾ അതിനേക്കാൾ മഹത്തരമായി ഏറ്റവും നല്ലൊരു ജോലിയാണ് ദൈവം ഇദ്ദേഹത്തിന് കൊടുത്തത് അന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം. ഹല്ലേലൂയ. വെറും 10 ദിവസത്തിനുള്ളിൽ കർത്താവ് തനിക്ക് റിസൾട്ട് കൊടുത്തു. വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? എല്ലാവരും എന്നോട് ചേർന്ന് പറയുക, ഒരു വഴി അടയുമ്പോൾ, ഉറക്കെ പറഞ്ഞ, ഒരു വഴി അടയുമ്പോൾ പുതിയ വഴി കർത്താവ് എനിക്ക് വേണ്ടി തുറക്കും. ഒരു ജോലി നഷ്ടപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? അതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലർ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉടൻ തന്നെ ആത്മഹത്യ ചെയ്ത് കളയും. പക്ഷെ അതിനേക്കാൾ നല്ലതായിരിക്കും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എപ്പോഴും ഓർക്കുക, ഒരു കാര്യത്തിൽ തടസ്സമുണ്ടാകുമ്പോൾ അതിനേക്കാൾ വലുത് നിനക്ക് വേണ്ടി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? കർത്താവ് ഈ ചെറുപ്പക്കാരനായി നന്ദി പറയുന്നു.
താൻ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നു, വിശ്വസിച്ചു. കർത്താവെ തൻ്റെ വിശ്വാസത്തെ അങ്ങ് മാനിച്ചു. ഇന്ന് കർത്താവെ നന്ദിയോടുകൂടെ ഇവിടെ വന്ന് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ട് ഇനിയും തൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം കർത്താവെ ജോലിയിൽ പ്രയാസപ്പെടുന്ന ആരെല്ലാം ഇവിടെ ഉണ്ടോ, ഈ സാക്ഷ്യം കാണുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ കർത്താവെ നീ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. LMS കോമ്പൗണ്ട് തിരുവനന്തപുരം ഒക്ടോബർ 4, 5, 6 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422211. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ വർഷത്തെ 2ാമത്തെ, കോഴഞ്ചേരിയിലാണ് ആദ്യത്തെ നടന്നത്, ഈ വർഷത്തെ 2ാമത്തെ മെഗാ ഫെസ്റ്റിവൽ വരിക. ഐ ആം റിയലി എക്സൈറ്റഡ്. തലസ്ഥാന നഗരിയിൽ നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ വരുമ്പോൾ എല്ലാവർക്കും സ്വാഗതം. സമയമുണ്ടാക്കി വരണം, ലീവ് അപ്ലൈ ചെയ്ത് വരണം, മറ്റുള്ളവരെയും കൂടി കൂട്ടിക്കൊണ്ട് വരണം, പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി വരണം. അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക, നേരത്തെ കണ്ട പലർക്കു വേണ്ടിയും കർത്താവ് പ്രവർത്തിച്ചു എങ്കിൽ തീർച്ചയായും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇപ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങട്ടെ. ഹാർട്ടിന് ബ്ലോക്കുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അടുത്ത ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു ടെസ്റ്റ് നടക്കുമ്പോൾ ആ ബ്ലോക്ക് അവിടെ കാണുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ടിന് ബ്ലോക്കുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകളുള്ളവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ഫുഡ് അലർജി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടെല്ല് പഴുപ്പ് ബാധിച്ച ഒരു വ്യക്തിയെ, അത് എല്ലാവർക്കും അങ്ങനെ വരാറില്ല, പക്ഷേ റെയറായി നട്ടെല്ലിൽ പഴുപ്പ് ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ മസിലുകൾ മുഴുവൻ വീക്കായിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. അതുപോലെ അൾസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസിഡിറ്റി സൗഖ്യമാകട്ടെ. കാൽമുട്ടിനകത്തുള്ള വേദനകൾ മാറിപ്പോട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൈതങ്ങൾ പിറക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരു ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയൊരു വ്യക്തി കർത്താവ് വീണ്ടും ആ ഭാഗം മുഴുവൻ പ്രവർത്തനമുള്ളതാക്കി മാറ്റുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് അവരുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ കർത്താവ് പകരുന്നു. ഐക്യത അവിടെ ഉണ്ടാകട്ടെ, സമാധാനം അവിടെ ഉണ്ടാകട്ടെ. അവർ പിരിയരുത്. കർത്താവിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് കേട്ടതിനായി നന്ദി. ജനത്തെ തൊട്ടതിനാൽ നന്ദി പറയുന്നു. കൈനീട്ടി, ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിങ്ങളുടെ പ്രത്യേക കാര്യങ്ങളൊന്നും വിളിച്ച് പറഞ്ഞില്ലെങ്കിലും വിശ്വസിച്ച് സ്വീകരിക്കുക. ലീല എന്ന പേരിലൊരു സഹോദരിയെ കർത്താവ് പ്രത്യേകിച്ച് സ്പർശിക്കുന്ന ഞാൻ കാണുന്നു. തൊണ്ടയിൽ പ്രയാസമുള്ളൊരു ലീല സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. മഞ്ഞപ്പിത്തം ചില വ്യക്തിയിൽ നിന്ന് മാറിപ്പോകും. വിടുതലുകൾക്കായി നന്ദി കർത്താവ്. ഏത് വ്യക്തിയായിരുന്നാലും ഏത് രോഗമായിരുന്നാലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, എല്ലാ വിടുതലുകൾക്കുമായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള ആശിഷമാരി ഈ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കാം. എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ളത്, ഏത് ഭാഷയിലായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ആവശ്യപ്പെടാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ കാണണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഒരു മിറക്കിൾസ് ടുഡേ സ്പെഷ്യൽ എപ്പിസോഡ്. കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക.
ഈ ബ്ലെസ്സിങ് ടുഡേ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരോട് തീർച്ചയായും പറയണം, ഒരു SMS അയക്കുക, ഇന്ന സമയത്ത് ഈ പ്രോഗ്രാം കാണുക. ഒന്ന് ഫോൺ ചെയ്ത് പറയുക, നേരിട്ട് കണ്ട് പറയുക, ഇൻവൈറ്റ് ചെയ്യുക. അതിനുപോലും കർത്താവ് പ്രതിഫലം നൽകും. നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ബൈബിൾ ആനുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആമോസിന്റെ ജന്മദേശം ഏത്? വേർസ് ദ നേറ്റീവ് പ്ലേസ് ഓഫ് ആമോസ്? ഓപ്ഷൻസ്: എ തെക്കോവ, ബി കീർ, സി ഷേക്കേം, ഡി താബോർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.